ഒരു വട്ടം ഇപ്പം തന്നെ കിട്ടിയിരുന്നു. ഇത് പക്ഷേ ക്യാമറയിൽ എൻ്റെ കിട്ടിയില്ല. യെസ്, അതൊരു മികച്ചൊരു ഇതാണ്. ഒരെണ്ണം കൂടെ കിട്ടി. 2 വട്ടം ഞാൻ അടുപ്പിച്ച് ചെയ്തു കേട്ടോ. 3 വട്ടം ചെയ്തു. ഇത് പെർഫെക്റ്റൊന്നല്ല. യെസ്, ഒരു വട്ടം കൂടെ പോയി. പക്ഷേ സംഭവം ഞാൻ മനസ്സിലാക്കാൻ പറ്റിയത് ഈ സ്കില്ല് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്കില്ല് പഠിക്കാൻ ഒരു 20 മിനിറ്റിന് താഴെ എടുത്തിട്ടുള്ളൂ കേട്ടോ. 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പാന കറക്കൽ സ്കില്ല് പഠിക്കാം. അതായത് പാന കറക്കലിൻ്റെ ഒരു ബിഗിനർ എന്നൊരു ലെവലിലേക്ക് പോവാം. പിന്നെ കുറച്ചൊരു 20 മിനിറ്റും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് പോവാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജില്ല. നിങ്ങളൊരു എക്സ്പേർട്ട് എന്ന ലെവലിലേക്ക് പോകാൻ കുറേ ടൈം എടുക്കും. പക്ഷേ ഒരു ബിഗിനർ എന്ന ലെവലിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. അപ്പം ഞാൻ ഒരു വട്ടം കൂടെ കറക്കാൻ പറ്റാൻ നോക്കാം. പഠിച്ചത് 3 വട്ടം കറക്കിയതാണ്. പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷേ സാധനം കറങ്ങുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേയുടെ പ്രാക്ടീസ് കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി. എന്നാലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായി എന്നിട്ടാണ് ശരിക്കും പ്രോബ്ലംസ് എന്ന്. ഇതിലിപ്പോൾ ഞാൻ പെന്ന് കറക്കാൻ നോക്കിയിരുന്നത് ഈ വിരലും അതേപോലെ ഈ വിരലും യൂസ് ചെയ്തിട്ടാണ്, 2 വിരൽ. പിന്നെ ഈ തമ്പ് കോമൺ തന്നെയാണ്, എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. ഈ ഇങ്ങനെ പൊസിഷനിൽ വെച്ചിട്ട് ആണ് ഞാൻ കറക്കിയിരുന്നത്. കറക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്ലോ ഇല്ല, ഒരു ഭംഗി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്താ ഒരു പ്രശ്നമെന്ന്. പിന്നെ യൂട്യൂബ് വീഡിയോയിൽ വേറെ കുറച്ച് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ 3 വിരൽ വെച്ചാണ് കറക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ വെക്കാനാണ് ഏറ്റവും നല്ലത്. നീളമുള്ള പേന അനുസരിച്ച് അതാവും കുറച്ചുകൂടെ നല്ലത്, കറങ്ങാൻ സുഖമായിരിക്കും. കറക്റ്റ് സെൻറ്ററിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു മോഷനാണ് വരുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു ഇത്, അതായത് കുറച്ച് ബാക്കിൽ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഈ വിരലോണ്ടാണ് പുഷ് ചെയ്യേണ്ടത്. ഇങ്ങനെ പുഷ് ചെയ്യുക. ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുത്താൽ ഇത് തിരിഞ്ഞിട്ട് നേരെ ഈ പൊസിഷനിലേക്ക് തന്നെ വരും. നിങ്ങൾ കുറച്ച് ചെയ്ത് നോക്കുക. അല്ല, സിമ്പിളായിട്ട് പുഷ് ചെയ്യാം. അപ്പം പഠിക്കാൻ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ ഈ ട്യൂട്ടോറിയലിൽ പറയാനായിട്ട്. ഒരു ഒറ്റ ദിവസത്തെ ഒരു ഇതുകൊണ്ട് പഠിക്കാവുന്ന ഒരു സിമ്പിൾ സാധനമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം